Welcome back to Enchanted Learning. It's me Benazir Khalid. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്രട്ടറി ഓയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം ആ ടോപ്പിക്സ് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് PSC ചോദ്യങ്ങൾ ചോദിച്ചത് മനസ്സിലാക്കാനും നമുക്ക് അതനുസരിച്ച് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാനും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും അത്. അപ്പോൾ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സെക്രട്ടറി ഓയാണ് നമുക്ക് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയ എന്താണ് ഒത്തിരി പോയിന്റ്സ് ഇനി നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ ടോപ്പിക് ഇമ്പോർട്ടൻസ് നോക്കി സിലബസ് കവർ ചെയ്ത് പോകും. അപ്പൊ അത്തരത്തിൽ നമ്മൾ സിലബസ് കവർ ചെയ്താൽ നമുക്ക് ഫുൾ സിലബസും നന്നായിട്ട് മനസ്സിലാക്കാനും പരീക്ഷ ക്രാക്ക് ചെയ്യാനും സാധിക്കും. അപ്പൊ തീർച്ചയായും പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ എല്ലാവരും ആദ്യം എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കി വെക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മനസ്സിലാക്കി വെക്കുക, എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത് മനസ്സിലാക്കി വെക്കാം. എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയവർക്കായാലും തീർച്ചയായും നിങ്ങൾക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ആ ഒരു പാറ്റേണിൽ തന്നെ പഠിച്ചു പോകാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പഠിക്കുന്ന മാത്രമല്ല, പഠിക്കുന്ന ഓരോ ഫാക്ട്സിനും എന്താണ് റിവൈസും കൂടെ ചെയ്തു പോകുക. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ റിവിഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായല്ലോ അല്ലേ? അതൊക്കെ നന്നായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ, റിവൈസ് ചെയ്തിട്ടുണ്ടല്ലോ. എങ്കിൽ നമുക്ക് അതിന്റെ അടുത്ത പോർഷൻസിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടെന്ന് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പോർഷൻസ് ആണ് പഠിക്കണമെന്ന് നോക്കാം. അപ്പൊ ഇത്രയും പഠിച്ചപ്പോൾ ആരെങ്കിലും ഉറങ്ങിപ്പോയിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായും നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താലോ. നോക്കിയാ ആർക്ക് പറയാം? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗും ഇന്ത്യൻ നാഷണൽ ആർമി, ഇത് രണ്ടിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഉത്തരം? എന്താണ് ഉത്തരം? രാജ് ബിഹാരി ബോസ് ആണ് കേട്ടോ. അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എടുത്താലും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആര് തന്നെയാണ്? രാജ് ബിഹാരി ബോസ് ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കപ്പെട്ടത് 1942 അതുപോലെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറഞ്ഞ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സൈനിക വിഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം കൊണ്ടുവന്നതാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് കേട്ടോ. അത്രയും പോയിന്റ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കും കേട്ടോ. അടുത്ത മനസ്സിലാക്കുന്നത് ഫോർവേഡ് ബ്ലോക്ക് ആണ്. ഫോർവേഡ് ബ്ലോക്ക് ആര് ബന്ധപ്പെട്ടാണ്? സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചതാണ് 1939 ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിക്കുന്നത്. ഈ വർഷത്തിന്റെ പ്രത്യേകതയുണ്ട്, അതൊക്കെ നോക്കാം. ഇനി സുഭാഷ് ചന്ദ്രബോസിനെ രണ്ട് വിശേഷണങ്ങൾ മനസ്സിലാക്കി പോവാം. സുഭാഷ് ചന്ദ്രബോസിനെയാണ് രാജ്യസ്നേഹികളുടെ രാജകുമാരനെ വിശേഷിപ്പിക്കുക. അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന് എന്ത് വിശേഷമുണ്ട്? രാജ്യസ്നേഹികളുടെ രാജകുമാരൻ. അടുത്തത് സുഭാഷ് ചന്ദ്രബോസിനെ ദേശ് നായക് എന്ന് ടാഗോർ വിശേഷിപ്പിക്കുക. രവീന്ദ്രനാഥ് ടാഗോർ സുഭാഷ് ചന്ദ്രബോസിനെയാണ് ദേശ് നായക് എന്ന് വിശേഷിപ്പിച്ചത്. ഇനി മനസ്സിലാക്കാം, സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന ആരാണ്? CR ദാസ് ആണ്. CR ദാസ് ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത്. ഇനി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ ആർമിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇന്റർനാഷണൽ ആർമിയുടെ പ്രസിഡന്റ് ആയത് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് പ്രസിഡന്റ് ആയത് 1938 അത് ഹരിപുര സമ്മേളനമാണ്. അപ്പൊ ഏത് സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ ആർമിയുടെ പ്രസിഡന്റ് ആകുന്നത്? 1938 ഹരിപുര സമ്മേളനത്തിൽ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, 1939 സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ ആർമിയിലെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസിലെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ആദ്യമായിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസില് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസിനെയാണ് ഇന്റർനാഷണൽ കോൺഗ്രസിലേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രസിഡന്റ് ആയിട്ട് കേട്ടോ. പ്രസിഡന്റ് ആയിട്ട് ഇന്റർനാഷണൽ കോൺഗ്രസിലേക്ക് ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അത് 1939 ഇത് ഏത് സമ്മേളനമാണ്? ത്രിപുരി സമ്മേളനം. എന്താണ് ത്രിപുരി സമ്മേളനം? അപ്പൊ 1939 രണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സുഭാഷ് ചന്ദ്രബോസുമായിട്ട്. ഒന്നെന്താണ്, അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് 1939 അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1939 അത് ത്രിപുരി സമ്മേളനമാണ്. അപ്പൊ ഇത്രയും ഫാക്ട്സ് ഏതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം? ഫോർവേഡ് ബ്ലോക്കുമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഫോർവേഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ടതാണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ ഈ പോയിന്റ്സ് കിട്ടിയോ? നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ജി കെ പഠിക്കുന്നവർക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ട സബ്ജക്ട്സ് ഏതൊക്കെയാണ്? മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഈ 3 സബ്ജക്ട്സ് നമ്മൾ നന്നായി മനസ്സിലാക്കി പോവാം. ഇതും കൂടെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷ സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരിക്കലും GK മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ഏതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം? ഈ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സുകളാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന് പറയുന്നത്. തീർച്ചയായും അതിന് കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ച് പഠിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും അതും കൂടെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് സെക്രട്ടറി ഓയുടെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഏതാണ്? നമ്മള് ചേരുംപടി ചോർക്കയാണ് അവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ചേരുംപടി ചേർക്കൽ പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഗദ്ദാർ പാർട്ടി, ഇന്റർനാഷണൽ ആർമി, ഫോർവേഡ് ബ്ലോക്ക്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മറു സൈഡിൽ എന്താ കൊടുത്തിരുന്നത്? രാജ് ബിഹാരി ബോസ്, ഭഗത് സിംഗ്, ലാലാ ഹർദയാൽ, സുഭാഷ് ചന്ദ്രബോസ്. അപ്പൊ ഇവിടെ ചേരുംപടി ചേർക്കുകയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹിന്ദുസ്ഥാൻ എന്താണ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആര് ബന്ധപ്പെട്ടതാണ്?
ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ ഭഗത് സിംഗുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത രണ്ടാമത്തെ എന്താണ്, ഈ പറയുന്ന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഭഗത് സിംഗ് ബന്ധപ്പെട്ടതാണ്. 1928 മനസ്സിലാക്കിയേക്കാം. ഇത് ഒത്തിരി പരീക്ഷയ്ക്ക് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് PYQ ആണ്, അത് നിങ്ങൾ ഓർത്ത് തന്നെ വെക്കാം. അടുത്ത ഗദ്ദാർ പാർട്ടി. ഗദ്ദാർ പാർട്ടി ലാല ഹർദയാലുമായി ബന്ധപ്പെട്ടാണ്. ഗദ്ദാർ പാർട്ടി ലാല ഹർദയാലുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത മനസ്സിലാക്കിയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമി ആണെങ്കിൽ രാജ് ബിഹാരി ബോസുമായിട്ടും ഫോർവേഡ് ബ്ലോക്ക് ആണെങ്കിൽ സുഭാഷ് ചന്ദ്ര ബോസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കി പോവാം. കാരണം ഇതെല്ലാം എന്താണ്, PYQ തന്നെയാണ്, പല രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇനി ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. പഠിച്ചവർക്കാണെങ്കിൽ ഇത് റിവൈസ് ചെയ്ത് വെക്കുക. ഇനി പുതിയതായി പഠിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക. അപ്പൊ നോക്കാം, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്നത് ഭഗത് സിംഗ് രൂപീകരിച്ച ഒരു സംഘടനയാണ്. 1928 ഈ സംഘടന നിലനിന്നത്. അപ്പൊ എന്നാണ് ഈ സംഘടന നിലനിന്നത്? 1928. ആര് രൂപീകരിച്ച സംഘടനയാണ്? ഭഗത് സിംഗ് ആണ് അല്ലെ. എന്താ സംഘടനയുടെ പേര്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന 1928 ഭഗത് സിംഗ് രൂപീകരിച്ചത് അല്ലെ. ഇനി ആ സംഘടന രൂപീകരിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി ഭഗത് സിംഗിനെ കുറിച്ച് മനസ്സിലാക്കാം. ഭഗത് സിംഗ് എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ രാജകുമാരൻ വിശേഷണമുള്ള വ്യക്തിയാണ്. അപ്പൊ രക്തസാക്ഷികളുടെ രാജകുമാരൻ വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? ഭഗത് സിംഗിനെയാണ് രക്തസാക്ഷികളുടെ രാജകുമാരന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇനി മറ്റൊരു കാര്യം കൂടെ, ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യം, ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി കൂടിയാണ് ആര്? ഭഗത് സിംഗ്. ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം ജനകീയമാക്കിയത് ആരാണ്? ഭഗത് സിംഗ് ആണ്. ഇനി നമ്മൾ പറഞ്ഞു, ഈ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ആ സംഘടന രൂപീകരിക്കപ്പെട്ടത് ഡൽഹിയിൽ. അതിന്റെ ആസ്ഥാനം നിന്ന് ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിൽ. അപ്പൊ ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിലാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആസ്ഥാനം എന്ന് മനസ്സിലാക്കുക. ഇനി ഭഗത് സിംഗ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞ വ്യക്തികൾ ഒരാൾ. ഭഗത് സിംഗ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞ വ്യക്തി കൂടിയാണ് ഭഗത് സിംഗ്. ഇനി ഭഗത് സിംഗിനെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സുഖ്ദേവ്, അതുപോലെ രാജ്ഗുരു മുതലായ ആളുകളെ എന്താണ് തൂക്കിലേറ്റി. ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റത് ഏത് കേസിൽ ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലാഹോർ ഗൂഢാലോചന കേസിൽ ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ തൂക്കിലേറ്റത്, അവർക്ക് വധശിക്ഷ വിധിച്ചത് ഏത് കേസിൽ ബന്ധപ്പെട്ടാണ്? ലാഹോർ ഗൂഢാലോചന കേസിൽ ബന്ധപ്പെട്ടതാണ്. അവരെ എന്നാണ് തൂക്കിക്കൊന്നു വെച്ചാൽ 1931 മാർച്ച് 23 അപ്പൊ 1931 മാർച്ച് 23 ഭഗത് സിംഗിനെ, രാജ്ഗുരു, അതുപോലെ തന്നെ സുഖ്ദേവിനെ തൂക്കിലേറ്റത്. മനസ്സിലായോ? അത്രയും കാര്യങ്ങളോടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഭഗത് സിംഗിനെ ഒരു കൃതിയും കൂടെ മനസ്സിലാക്കിയ വൈ ഐ ആം എൻ ഏത്തിസ്റ്റ്. വൈ ഐ ആം എൻ ഏത്തിസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഭഗത് സിംഗ് ആണ്. വൈ ഐ ആം എൻ ഏത്തിസ്റ്റ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഭഗത് സിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയും പോയിന്റ്സ് നമ്മൾ എവിടെ മനസ്സിലാക്കി വെക്കുക? ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ അല്ലെ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷനെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് മനസ്സിലായല്ലോ? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സംഘടന രൂപീകരിച്ചത് എന്നാണ്? 1928. ആര് ബന്ധപ്പെട്ടതാണ്? ഭഗത് സിംഗ് രൂപീകരിച്ച സംഘടനയാണ് അല്ലെ. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫിറോസ് ഷാ കോട്ട്ല, ഡൽഹിയാണ്. ഇനി ഈ ഭഗത് സിംഗ് അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? രക്തസാക്ഷിയുടെ രാജകുമാരൻ. രക്തസാക്ഷിയുടെ രാജകുമാരൻ ഭഗത് സിംഗ് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഭഗത് സിംഗ് ആണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയത്. ഇനി ഭഗത് സിംഗ് ആണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് ബോംബ് എറിഞ്ഞ വ്യക്തികളിൽ ഒരാളാണ് ഭഗത് സിംഗ്. ഇനി അതുപോലെ തന്നെ ഭഗത് സിംഗിനെയും സദ്ഗുരുവിനെയും രാജ്ഗുരു എന്നീ വ്യക്തികളെ തൂക്കിലേറ്റതിന്റെ കേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലാഹോർ ഗൂഢാലോചന കേസ്. ഇനി ഭഗത് സിംഗ്, രാജ്ഗുരു, സദ്ഗുരു എന്നിവരെ തൂക്കിലേറ്റ് അല്ലെങ്കിൽ വധശിക്ഷ അവർക്ക് വിധിച്ചെന്നാണ് 1931 മാർച്ച് 21 കൂടെ ഓർത്തു വെക്കുക. 1931 മാർച്ച് 23 ഭഗത് സിംഗ്, സുഖ്ദേവ്, അതുപോലെ തന്നെ രാജ്ഗുരു ഇവരെ തൂക്കിലേറ്റ് എന്നാണ് 1931 മാർച്ച് 23. അപ്പൊ അത്രയും മനസ്സിലാക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കൃതിയും കൂടെ ഓർത്തു വെക്കുക. വൈ ഐ ആം എൻ ഏത്തിസ്റ്റ്, ഐ ആം എൻ ഏത്തിസ്റ്റ്, വൈ ഐ ആം എൻ ഏത്തിസ്റ്റ് എന്ന കൃതി രചിച്ചതായാണ് ഭഗത് സിംഗ് ആണ് കേട്ടോ. വൈ ഐ ആം ആൻ ഏത്തിസ്റ്റ്. വൈ ഐ ആം എൻ ഏത്തിസ്റ്റ് എന്ന കൃതി രചിച്ചതാരാണ്? ഭഗത് സിംഗ് ആണ്. ഇത്രയും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത് നോക്കുക, നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ഗദ്ദാർ പാർട്ടി. അപ്പൊ ഗദ്ദാർ പാർട്ടി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു, ഗദ്ദാർ പാർട്ടി ബന്ധപ്പെട്ടതാണ് ലാലാ ഹർദയാൽ. ഗദ്ദാർ പാർട്ടി ബന്ധപ്പെട്ടതാണ് ലാലാ ഹർദയാൽ. അപ്പൊ എന്താണ് ഗദ്ദാർ പാർട്ടി? അതിന് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണ് നോക്കി വയ്ക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഗദ്ദാർ പാർട്ടി അല്ലെ, ഗദ്ദാർ പാർട്ടി ബന്ധപ്പെട്ടാണ് ലാലാ ഹർദയാലാണ്. അപ്പൊ ലാലാ ഹർദയാൽ രൂപീകരിച്ച സംഘടനയാണ് ഏത്? ഗദ്ദാർ പാർട്ടി. അപ്പൊ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തില് എവിടെയാണ് ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് കേട്ടോ. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയില് ലാലാ ഹർദയാൽ രൂപീകരിച്ച സംഘടനയാണ്, സ്വാതന്ത്ര്യ സമര കാലത്ത് ലാലാ ഹർദയാൽ രൂപീകരിച്ച സംഘടനയാണ് ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത്. ഇനി ഗദ്ദാർ എന്ന വാക്കിന് ഉറുദുവിലെ പഞ്ചാബിലെ അർത്ഥം വിപ്ലവം എന്നാണ്. അപ്പൊ ഗദ്ദാർ എന്ന വാക്കിന്
ഉറുദുവിൽ അല്ലെങ്കിൽ പഞ്ചാബിൽ അർത്ഥം എന്താണ്? വിപ്ലവം എന്നാണ്. ഇനി ഗദ്ദാർ പാർട്ടി രൂപം കൊണ്ട വർഷം ചോദിക്കാൻ 1913. ഗദ്ദാർ പാർട്ടി എന്ന് രൂപീകരിച്ചു? 1913. ഈ പസഫിക് കോസ്റ്റ് അസോസിയേഷൻ, പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ആണ് ഗദ്ദാർ പാർട്ടി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഗദ്ദാർ പാർട്ടിയുടെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ആണ്. അതും കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഗദ്ദാർ പാർട്ടി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ PYQ തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത് ഇനി പഠിച്ചു തന്നെ വെക്കുക. ഇനി പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ തീർച്ചയായും നിങ്ങൾ പഠിച്ചു തന്നെ വെക്കുക. ഇനി ഗദ്ദാർ പാർട്ടിയുടെ രൂപീകരണത്തെ പറയുമ്പോൾ അവിടെ ഗദ്ദാർ എന്ന് പറഞ്ഞൊരു മാസിക, ഒരു വാരിക കൂടി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗദ്ദാർ വാരികയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ്? അംഗ്രേസി രാജ് കാ ദുഷ്മൻ എന്നാണ്. അപ്പൊ അംഗ്രേസി രാജ് കാ ദുഷ്മൻ എന്നാണ് ഗദ്ദാർ എന്ന വാരികയുടെ മുദ്രാവാക്യം കൂടി ഓർത്തു വെക്കുക. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അതുപോലെ ഗദ്ദാർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം സൃഷ്ടിച്ചെന്താണെന്ന് വെച്ചാൽ 1915 ഗദ്ദാർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ച വർഷം എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഗദ്ദാർ പാർട്ടിയുമായി ബന്ധപ്പെട്ട PYQ ക്വസ്റ്റ്യന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്രയും ഫാക്ട്സ് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ്? ഗദ്ദാർ പാർട്ടി എന്ന് പറയുന്നത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ സ്വാതന്ത്ര്യ സമര കാലത്ത്, ഗദ്ദാർ പാർട്ടി എന്ന് പറഞ്ഞ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ സ്വാതന്ത്ര്യ സമര കാലത്ത് ലാല ഹർദയാൽ രൂപീകരിച്ച സംഘടനയാണ്. 1913 രൂപീകരിച്ചത്. ഇനി അതുപോലെ തന്നെ ഗദ്ദാർ എന്ന വാക്കിന്റെ അർത്ഥം ഉറുദുവിൽ പഞ്ചാബിൽ വിപ്ലവം എന്നാണ്. അപ്പൊ ഗദ്ദാർ വിപ്ലവം അല്ലെങ്കിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് 1913 കേട്ടോ. 1913 അമേരിക്കയിലാണ്. ഇനി അതിന്റെ മുൻകാല പേരെന്ന് പറയുന്നത് പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ ആണ്. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്ന് മുൻകാലത്ത് അറിയപ്പെട്ടിരുന്ന സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗദ്ദാർ പാർട്ടിയാണ്. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ മുൻകാലത്ത് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന സംഘടന ഏതാണ്? ഗദ്ദാർ പാർട്ടിയാണ്. ഈ ഗദ്ദാർ പാർട്ടിക്ക് ഒരു മാസിക ഉണ്ട്, ഒരു വാരിക ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഗദ്ദാർ തന്നെയായിരുന്നു. ആ ഗദ്ദാർ വാരികയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? അംഗ്രേസി രാജ് കാ ദുഷ്മൻ എന്നാണ് മുദ്രാവാക്യം. ഇനി ഗദ്ദാർ പാർട്ടി ഇന്ത്യയിൽ വിപ്ലവം നടത്താൻ തീരുമാനിച്ച വർഷം എന്ന് പറയുന്നത് ഏത് കൂടിയാണ്? 1915 അപ്പൊ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കാം. അപ്പൊ എക്സാമിനേഷൻസ് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനെ പഠിച്ചു വെക്കുക കേട്ടോ. കിട്ടിയല്ലോ? എല്ലാവർക്കും പോയിന്റ്സ് കിട്ടിയല്ലോ അല്ലെ? അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ ആർമി അല്ലെ. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി ആര് ബന്ധപ്പെട്ടാണ്? രാജ് ബിഹാരി ബോസ് ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻകാല പേരെന്താണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻകാല പേര്. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്നത് അതിന്റെ മുൻഗാമി, അതിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്ന് അറിയപ്പോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി ബന്ധപ്പെട്ടതാണ് രാജ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് കേട്ടോ. അത്രയും കാര്യം കൂടെ ഓർത്തു വയ്ക്കാം. അടുത്ത ഫോർവേഡ് ബ്ലോക്ക് ആണ്. ഈ ഫോർവേഡ് ബ്ലോക്ക് ആര് ബന്ധപ്പെട്ടാണ്? സുഭാഷ് ചന്ദ്രബോസ് ബന്ധപ്പെട്ടാണ് ഫോർവേഡ് ബ്ലോക്ക് ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ നാഷണൽ ആർമി ആണെങ്കിലോ രാജ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ്. അപ്പൊ ഇനി സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സും കൂടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പോയിന്റ്സും കൂടെ നമുക്ക് മനസ്സിലാക്കി പോവാം. അതുകൂടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ ഇന്ത്യൻ നാഷണൽ ആർമി പരീക്ഷ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയും ബന്ധപ്പെട്ട ആരാണ്? നമ്മൾ പറഞ്ഞ രാജ് ബിഹാരി ബോസ് അല്ലെ. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് അതിന്റെ മുൻഗാമി എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്നതാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഇനി അത് സ്ഥാപിക്കപ്പെട്ട ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ മുൻഗാമിയാണ് ഏത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമിയാണ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന അതിനുശേഷം ഒന്നാണ് ഇന്ത്യൻ നാഷണൽ ആർമി. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് ആരുടെ അതിന്റെ സ്ഥാപകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ആർമി ആരുടെ ബന്ധപ്പെട്ടതാണ്? രാജ് ബിഹാരി ബോസ് ബന്ധപ്പെട്ടതാണ്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ്. അപ്പൊ ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അതുപോലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കപ്പെട്ടത് 1942 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം കൊണ്ടുവന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. അപ്പൊ എന്തൊക്കെ പോയിന്റ്സ് നോക്കാം? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറഞ്ഞ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമിയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിക്കപ്പെട്ടത് 1942 ആണ്. ആരാണ് സ്ഥാപിച്ചത്? രാജ് ബിഹാരി ബോസ് ആണ് സ്ഥാപിച്ചത്. ഈ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫ് എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം കൊണ്ടുവന്നത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സൈനിക വിഭാഗമാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സൈനിക വിഭാഗമാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? എന്തൊക്കെയാണ്? ഇന്ത്യൻ നാഷണൽ ആർമി ആര് ബന്ധപ്പെടുന്നത്? രാജ് ബിഹാരി ബോസ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അല്ലെ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്.
ഇനി എന്നാണ് ഇത് സ്ഥാപിതമായത്? 1942. ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സ്ഥാപകനാണ് രാജ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ സൈനിക വിഭാഗമാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആശയം കൊണ്ടുകാരനായ ക്യാപ്റ്റൻ മോഹൻ സിംഗ്. അപ്പൊ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യ കമാൻഡിംഗ് ചീഫും കൂടിയാണ് ആര്? ക്യാപ്റ്റൻ മോഹൻ സിംഗ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയോ? ഇത്രയും പോയിന്റ്സ് നമ്മൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് എക്സാമിനേഷൻസിന് ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് വെക്കാം. അടുത്ത നമ്മള് ഫോർവേഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ട് പഠിക്കാമെന്ന്. ഫോർവേഡ് ബ്ലോക്ക് ആര് ബന്ധപ്പെട്ടാണ്? സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇതിൽ PYQ ആണ്. അപ്പൊ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇതിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കി നോക്കാം. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഏത് വകുപ്പ്, ബഡ്ജറ്റ് അവതരണത്തെ കുറിച്ച് ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് പരാമർശിച്ചത്? ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനയില് ബഡ്ജറ്റ് അവതരണത്തെ കുറിച്ച് പരാമർശിച്ച വകുപ്പ് ഏതാണ്? 112ാം വകുപ്പിലാണ് കേട്ടോ. 112ാം വകുപ്പിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബഡ്ജറ്റിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആരാണ് ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്നാണ് ചോദ്യം. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചത് ആരാണ്? മൊറാർജി ദേശായിയാണ്. 10 തവണയാണ് അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പൊ ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയാണ്. 10 തവണയാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് മൊറാർജി ദേശായി. 10 തവണയാണ്. ഇനി രണ്ടാം സ്ഥാനം ആർക്കാണ്? P. ചിദംബരത്തിനാണ് കേട്ടോ. P. ചിദംബരത്തിനാണ് രണ്ടാം സ്ഥാനം. അദ്ദേഹം 9 തവണയാണ് തുടർച്ചയായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇനി മനസ്സിലാക്കേണ്ടതാണ്, ഇന്ത്യയിലെ ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കാനിങ് പ്രഭുവിന്റെ ഭരണകാലത്ത്. കാനിങ് പ്രഭുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത്. ഇനി അത് അവതരിപ്പിച്ചതാണ് ജെയിംസ് വിൽസൺ ആണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കാനിങ് പ്രഭുവിന്റെ ഭരണകാലത്താണ്. ജെയിംസ് വിൽസൺ ആണ് അവതരിപ്പിച്ചത്. ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? R.K. ഷൺമുഖം ഷെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതുപോലെ റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ മത്തായാണ്. റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ജോൺ മത്തായാണ് കേട്ടോ. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഇടക്കാല ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് C.D. ദേശ്മുഖ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം പൊതു ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? C.D. ദേശ്മുഖ്. അപ്പൊ ഇന്ത്യയിൽ ഇടക്കാല ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചതാണ് C.D. ദേശ്മുഖ് ആണ്. അപ്പൊ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഇന്ത്യയിലെ ഡിജിറ്റൽ ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചതാണ് നിർമ്മല സീതാരാമൻ. ഡിജിറ്റൽ ബഡ്ജറ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചതാണ് നിർമ്മല സീതാരാമൻ. ഇനി ഏറ്റവും ദൈർഘ്യമുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ. ഏറ്റവും ദൈർഘ്യമുള്ള ബഡ്ജറ്റും അതുപോലെ ആദ്യത്തെ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ് നിർമ്മല സീതാരാമൻ. ഇനി കേരളത്തിൽ ആദ്യത്തെ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതാണ് KN ബാലഗോപാലാണ് കേരളത്തിൽ ആദ്യത്തെ ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അപ്പൊ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഫാക്ട്സ് എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്ത്യയിലെ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് മൊറാർജി ദേശായി. 10 തവണയാണ്. രണ്ടാം സ്ഥാനം P. ചിദംബരത്തിനാണ്. ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കി എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് കാനിങ് പ്രഭുവിന്റെ കാലത്താണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലാണ് കാനിങ് പ്രഭുവിന്റെ കാലത്ത് ജെയിംസ് വിൽസൺ ആണ് അവതരിപ്പിച്ചത്. ഇനി ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ഷെട്ടിയാണ്. റിപ്പബ്ലിക് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായിയാണ്. ഇനി മനസ്സിലാക്കി എന്താണ്? ഇടക്കാല ബഡ്ജറ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് C.D. ദേശ്മുഖ് ആണ് കേട്ടോ. അതുപോലെ തന്നെ മനസ്സിലാക്കിയത് ഡിജിറ്റൽ ബഡ്ജറ്റും അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. പിന്നെ ഏറ്റവും ദൈർഘ്യമുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ. ഇനി ഡിജിറ്റൽ ബഡ്ജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചത് ആരാണ്? KN ബാലഗോപാലാണ് ഡിജിറ്റൽ ബഡ്ജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചത്. അപ്പൊ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഇത്രയും പോയിന്റ്സ് ആണ്. അപ്പൊ ഇത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇത് PYQ ആണ്. ഒത്തിരി പോയിന്റ്സ് ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അപ്പൊ നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്ത് ഇതൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ റിമൈനിങ് പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. മാക്സിമം പഠിക്കുക, അതുകൊണ്ട് റിവിഷൻ കണ്ടിന്യൂ ചെയ്ത് പോകാം. ക്ലാസ് ഉപയോഗപ്പെടുത്താം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ഫ്രം മീ. താങ്ക് യു.